ഹലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു വൈറ്റൽ എനർജി സെൻ്ററാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്തായിട്ട്, ചെസ്റ്റിൻ്റെ മധ്യഭാഗത്തായിട്ട്, ഹൃദയചക്രത്തിൻ്റെ ഭാഗത്തായിട്ട് നിലകൊള്ളുന്നത്. അനാഹത ചക്രം എന്നാണ് ഇതിനെ സംസ്കൃതത്തിൽ പറയുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫിസിക്കൽ ഫങ്ഷൻ ഇത് നമ്മുടെ ഹൃദയത്തിന് വേണ്ട ഊർജ്ജത്തെ സ്വാംശീകരിച്ച് കൃത്യമായി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൈമസ് ഗ്ലാൻഡ്, ലങ്സ് എന്നിവയെ പ്രവർത്തിപ്പിക്കുന്നതിൽ ഈ ഊർജ്ജത്തിൻ്റെ പ്രാധാന്യം അത്ഭുതകരമാണ്. അപ്പോൾ ഹൃദയചക്രം പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഫിസിക്കൽ ഫങ്ഷനായിട്ടുള്ളത് ഫിസിക്കൽ ഹാർട്ടിനെയും ലങ്സിനെയും അതുപോലെ ഡയഫ്രം പോലെയുള്ള ഭാഗങ്ങൾക്കൊക്കെ വേണ്ട ശക്തി ആവാഹിച്ച് അവിടെ എന്തെങ്കിലും രോഗങ്ങൾക്ക് കാരണമായിട്ട് ജനിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗശൂന്യമായതോ രോഗത്തിന് കാരണമാകുന്ന ഊർജ്ജം അതിലേക്ക് കടന്നു വരാൻ സാധ്യത ഉണ്ടായാൽ അതിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് അനാഹത ചക്രയുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഇത് അതിൻ്റെ ഒരു അടുത്ത സൈക്കോളജിക്കൽ ഫങ്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ ചെറുതാക്കി പറയാം. അതിൽ സ്നേഹകാരുണ്യങ്ങളുടെയും ഇടമാണിത്. ഈ വൈറ്റൽ എനർജി സെൻറ്റർ ആക്ടിവേറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും കാരുണ്യവും സ്നേഹകാരുണ്യങ്ങളും അതുപോലെ തന്നെ ക്ഷമിക്കാനൊക്കെയുള്ള കഴിവ് ലഭ്യമാക്കുന്നതാണ് ഈ ചക്ര. സ്നേഹത്തിൻ്റെ ഹയർ ഇമോഷൻ്റെ ഏരിയ കൂടിയാണ് ഈ അനാഹത ചക്ര, ഹാർട്ട് ചക്ര. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന നേരത്ത് ദേഷ്യം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഹാർട്ട് ചക്രയിലൊന്ന് പതുക്കെ ടാപ്പ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വിരിയും, നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ ശക്തിയായിട്ട് ഊർജ്ജപ്രവാഹം ഉണ്ടാവും. അപ്പോൾ അത് പ്രവർത്തിക്കുമ്പോൾ സ്നേഹോഷ്മളമായ ഒരു ശക്തി നമ്മിൽ പുറപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടാലും നമ്മുടെ മനസ്സ് വേദനിച്ചാലും നമുക്ക് സങ്കടം തോന്നുന്ന സമയത്തോ പെട്ടെന്ന് നമുക്ക് ഒരു ടെൻഷൻ, ഒരു സ്ട്രെസ്സൊക്കെ വരുന്നില്ലേ ജീവിതത്തിൽ, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നൊരു സിമ്പിളായിട്ട് നമുക്ക് റിക്കവറി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രൊവോക്കഡ് ആവുമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഹാർട്ട് ചക്രയിലൊന്ന് പതുക്കെ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൈ അവിടെ ഒന്ന് വയ്ക്കുക. പൊതുവെ നമ്മളെപ്പോഴും കൈ കൂപ്പിയൊക്കെ ബഹുമാനിക്കുമ്പോൾ കൈ അവിടെ മുട്ടിക്കുമ്പോൾ തന്നെ അത് ഓപ്പൺ ആവുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തട്ടി, മനസ്സ് എന്നുള്ള സങ്കല്പമല്ല ഇത്, ആക്ച്വലി അത് ഹാർട്ട് ചക്രയിലാണ്, അതായത് എൻ്റെ ഹൃദയത്തിൽ തട്ടി എന്നാണ്. ഹൃദയം ഫിസിക്കൽ ഹാർട്ടിൽ തട്ടുന്ന എന്താ, ഫിസിക്കൽ ഹാർട്ടിൻ്റെ ഉദ്ദേശം ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലോ. പക്ഷെ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ അനാഹത ചക്ര യോഗിക് പാരമ്പര്യങ്ങൾ അതിവിശിഷ്ടമായ സ്നേഹകാരുണ്യങ്ങളുടെ ഉറവിടമായിട്ടും അത് ഈശ്വരീയമായ ഊർജ്ജം നമ്മളിലേക്ക് കൂടുതൽ കടന്നു വന്ന് ശക്തിമത്തായിട്ട് നമ്മളിലേക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനൊക്കെ വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഇതാണ് ഈ ഹാർട്ട് ചക്ര. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു മണിക്കൂർ നേരത്തെയൊക്കെ ഒരു ക്ലാസ്സായിട്ട് നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്. നമുക്കത് കോഴ്സുകളൊക്കെ പഠിക്കാൻ വരുമ്പോൾ വിശദമായി അതിൻ്റെ ഓരോ പെറ്റലുകളുടെ വലിപ്പവും പെറ്റലുകളുടെ എണ്ണവുമൊക്കെ പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. അതെങ്ങനെ ഈശ്വരീയതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഈശ്വരീയമായ ബന്ധം നമ്മളിലേക്ക് എത്രമാത്രം കടന്നു വരുന്നു എന്നുള്ളതൊക്കെ ഈ ഹാർട്ട് എനർജി സെൻ്ററുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ യോഗ പ്രാണവിദ്യ മഹാത്മാ ചോവാകോക്സുയി തയ്യാറാക്കിയ ശാസ്ത്ര പ്രകാരം ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം കണ്ടെത്തിയ ഈ നിഗൂഢ ശാസ്ത്രങ്ങൾ ലോകത്തെമ്പാടും ഇത് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ശാസ്ത്രീയമായ വശം വളരെ റിസർച്ച് ചെയ്ത് കണ്ടെത്തി നമുക്ക് വളരെ ലളിതമായി പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തിയായിരുന്ന മാഷ അർലറ്റിൻ്റെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ ചക്രകളെക്കുറിച്ച് പറയാം. നമസ്തേ.